അതോടൊപ്പം ആരാധനാ കർമ്മങ്ങളിലെ ലഘൂകരണങ്ങൾ, ചില വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി നിർവഹിക്കും. ചില കാര്യങ്ങളിൽ എളുപ്പം പഠിപ്പിച്ചു കൊടുത്തു. അതെന്തിനാ? എൻ്റെ ഉമ്മത്തിന് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂ. എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നില്ലെങ്കിൽ എല്ലാ വുളൂഇനോടൊപ്പവും പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു. മറ്റൊരു ഹദീസിൽ മഅകുല്ലി സ്വലാത്ത്, എല്ലാ നമസ്കാരത്തോടൊപ്പവും മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് കാണാം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മത്തിന് ബുദ്ധിമുട്ടാണത്. എല്ലാ വക്തിലും ളുഹൂറിനും അസറിനും ഒക്കെ ആ വുളൂവിൻ്റെ കൂടെ പല്ല് തേക്കൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇന്ന് പാരായണ രീതികൾ 7 സബൂ ഖിറാഅത്ത് എന്ന് പറയാറുണ്ട്. 10ഓളം ഖിറാഅത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 ഖിറാഅത്തുകളാണ്. അത് എങ്ങനെയാണ് 7 ഖിറാഅത്തുകൾ വന്നത്? ലോകത്തുള്ള എല്ലാവരും ഒരേ രൂപത്തിൽ ഉച്ചരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട നിയമമായി മാറും. പക്ഷേ ഉച്ചാരണ രീതികളും മറ്റും ഓരോ നാട്ടിലെയും ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യസ്തങ്ങളാണ്. പിന്നെ പല ആളുകളും കേട്ടത് പല രൂപങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് എല്ലാ രാജ്യത്തും ഒരേപോലെ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ ഓതൽ പ്രയാസമായി വരും. അവിടെയും ഇളവ് കൊടുക്കുകയാണ്. ഇതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖറഅ ഉമ്മത്തുകൽ ഖുർആന അലാ ഹർഫ്. നിന്റെ ഉമ്മത്ത് ഒരേ രീതിയിൽ എല്ലാവരും ഖുർആൻ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്അലുല്ലാഹ മുആഫാതഹു വ മഗ്ഫിറതഹു. അള്ളാഹിനോട് ഞാൻ അഫുവും മഗ്ഫിറത്തും ചോദിക്കുന്നു. വ ഇന്ന ഉമ്മത്തി ലാ തുതീഖു ദാലിക. എൻ്റെ ഉമ്മത്തിന് അത് സാധ്യമല്ല. തുമ്മ അതാഹു സാനിയ. വീണ്ടും അതാ ജിബ്രീൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖറഅ ഉമ്മത്തുകൽ ഖുർആന അലാ ഹർഫൈൻ. നിന്റെ ഉമ്മത്തിന് 2 രൂപത്തിൽ ഖുർആൻ ഓതാം. പല ശൈലികളുണ്ട് ഖുർആനോത്തിൻ്റെ, ചരിച്ചുകൊണ്ടും മറ്റും പല രീതികളിൽ ഖിറാഅത്തുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, മഗ്ഫിറത്ത് ചോദിക്കുന്നു, എൻ്റെ ഉമ്മത്തിനത് സാധ്യമല്ല. ജിബ്രീൽ തിരിച്ചു പോവുകയാണ്. വീണ്ടും വരുന്നു. അങ്ങനെ 3ാമത്തെ തവണ വന്നു. നബിയോട് പറയാണ്, നിങ്ങളുടെ ഉമ്മത്തിന് 3 രൂപത്തിൽ ഖുർആൻ ഓതാം. അവസാനിച്ചില്ല. നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനത് സാധ്യമല്ല, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാണ്. അങ്ങനെ തിരിച്ചുപോയും വന്നും അവസാനം ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖറഅ ഉമ്മത്തുകൽ ഖുർആന അലാ 7 അഹ്റുഫ്. 7 രൂപങ്ങളിൽ ഖുർആൻ ഓതാം. ആ 7 രീതികൾ ഇന്ന് ലോകത്ത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏത് രീതി ഓതിയാലും ഫഅയ്യുമാ ഹർഫിൻ ഖറഉ അലൈഹി ഫഖദ് അസ്വാബു. അവർ ഏത് രീതിയിൽ ഓതിയാലും അതൊക്കെ ശരിയാണ്. ഇമാം മുസ്ലിമിൻ്റെ 821ാമത്തെ ഹദീസാണ്. അത് എന്താ ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങനെ പറയാൻ കാരണം? അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതേ, അങ്ങനെയാ റബ്ബ് പരിചയപ്പെടുത്തിയതാ പ്രവാചകനെ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളോട് കാരുണ്യമുള്ള, ദയയുള്ള, അനുകമ്പയുള്ള, അലിവുള്ള, ആർദ്രതയുള്ള പ്രവാചകൻ, ഒരു മുഅ്മിൻ വേദനിക്കുന്നത് ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ പ്രവാചകൻ.